ഒരുപാട് പേർക്ക് വരുന്ന ഒരു പ്രശ്നമാണ് തൈറോയ്ഡ് പ്രോബ്ലംസ്. തൈറോയ്ഡ് പ്രോബ്ലം മിക്കവാറും എല്ലാ സ്ത്രീകളിലും അല്ലെങ്കിൽ പുരുഷന്മാരിലും നമ്മൾ കണ്ടുവരാറുണ്ട്. എന്നാൽ ഈ ഒരു തൈറോയ്ഡ് പ്രോബ്ലം എങ്ങനെ നമുക്ക് ആ പ്രശ്നങ്ങൾ നമുക്ക് മാറ്റിയെടുക്കാം എന്നതിനെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. എന്നോടൊപ്പം ഉള്ളത് ഡോക്ടർ തൃഷ്ണ, സമത്വം നാച്ചുറോപ്പതി മെഡിക്കൽ സെന്റർ. ഡോക്ടർ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു അനീഷ. നമുക്ക് ഇതിൽ നിന്നൊക്കെ ഒന്ന് മുക്തത കിട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും? മുക്തി കിട്ടണം എന്നുള്ളതാണ്. കംപ്ലീറ്റ് റിവേഴ്സൽ ആണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. പക്ഷെ എന്നാലും അതിന് ഒരു റെലവെന്റ് ആയിട്ടുള്ള ഒരു മെഡിസിൻ ഇല്ലാന്ന് തന്നെ പറയാം അല്ലേ? അപ്പം എങ്ങനെയാണ് നമുക്ക് ഇതിൽ റിക്കവർ ആവാൻ പറ്റുന്നത്? കൺവെൻഷണൽ മെഡിസിൻ മാനേജ്മെന്റിൽ എന്താണെന്ന് വെച്ചാൽ തൈറോയിഡ് സ്വാഭാവികമായിട്ട് ഹോർമോൺ കുറവായതുകൊണ്ട് ഹോർമോൺ റീപ്ലേസ് ചെയ്യാന്നുള്ളതാണ് അവരുടെ ഒരു കോൺസെപ്റ്റ്. പക്ഷെ നമ്മുടെ ഇതിൽ എന്താ ചെയ്യുന്നത്, നമ്മൾ റൂട്ട് കോസ് അനാലിസിസ് ചെയ്യും. അപ്പോൾ ഇതിൽ എന്താണ് കാരണം എന്ന് ആദ്യം കണ്ടുപിടിക്കും. നമ്മുടെ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ആണോ, അതോ ഇൻഫ്ലമേഷൻ ഉള്ളത് കൊണ്ടാണോ, അതോ ഇനിയും ഈ പറഞ്ഞ കണക്ക് നമുക്ക് സ്ട്രെസ് ആണോ, എന്താണ് ഇതിനെ ട്രിഗർ ചെയ്യുന്നത് നമ്മൾ നോക്കും. അതിനെ മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ കുറേയൊക്കെ റിവേഴ്സ് ചെയ്യാം എന്നുള്ളതാണ്. പക്ഷേ അനീഷ നേരത്തെ ചോദിച്ചതുപോലെ നോഡ്യൂൾസ് ഒക്കെ ഉണ്ട്, കുറച്ച് സിവിയർ കേസസ് ആണെങ്കിൽ നമ്മൾ നോക്കണം. ചിലപ്പോൾ നമുക്ക് മെഡിക്കേഷൻ്റെ ആവശ്യം വരുന്നേക്കാം. മനസ്സിലായി? അപ്പോൾ അത് ഞാൻ പറഞ്ഞില്ല, ആ ഒരു ക്ലിനിക്കൽ പാറ്റേൺ എവിടെയാണ് നമ്മൾ നിൽക്കുന്ന അനുസരിച്ചാണ് നമ്മുടെ ഇൻ്റർവെൻഷൻ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എപ്പോഴും നമുക്ക് ആദ്യം സിംറ്റംസ് കണ്ടു തുടങ്ങിയിരിക്കട്ടെ. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തടി വെച്ചു, വെയിറ്റ് കുറയുന്നില്ല, അങ്ങനെയൊക്കെ തോന്നുകയാണ്, അല്ലെങ്കിൽ ഈ മുടി ഒഴിയുന്നു, ഇതൊക്കെ തോന്നും. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് പ്രഗ്നൻസി ടൈമിൽ, കാരണം അപ്പം ഡിമാൻഡ് കൂടുതലാണ്, സപ്ലൈ കുറവാണ്, അങ്ങനെ വരാം ഹൈപ്പോതൈറോയിഡിസം. അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് ഈ ചെറിയ സിംറ്റംസ് കണ്ടു തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ന്യൂട്രിയൻ അനാലിസിസ് ഒന്ന് ചെയ്യുക. ന്യൂട്രീഷൻ ആവശ്യത്തിന് ഇതെല്ലാം നമ്മുടെ ഫുഡിലുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. അതിന് ചിലപ്പോൾ സപ്ലിമെൻറ്റേഷൻ വേണ്ടി വരും. കാരണം എന്താ പറയട്ടെ, നമുക്ക് കടയിൽ കിട്ടുന്ന പച്ചക്കറിയെല്ലാം നമുക്ക് വാങ്ങിച്ച് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പം അതിലെന്ത് പെസ്റ്റിസൈഡാ, എവിടുന്ന് വളർത്തുന്നതാണ്, സോയിലിൽ എത്ര ന്യൂട്രിയൻസ് ഉണ്ടെന്നൊന്നും നമുക്ക് അറിയില്ല. അപ്പോൾ ആ ലിമിറ്റേഷൻസ് ഉള്ളതുകൊണ്ട് പലപ്പോഴും ഒത്തിരി ഡെഫിഷ്യൻസി ഉള്ളവർക്ക് നമ്മൾ ആദ്യം സപ്ലിമെൻറ്റ് ചെയ്യേണ്ടി വരാറുണ്ട്. സെക്കൻഡ് ഫേസിൽ ചിലപ്പോൾ നമുക്ക് ഈ സപ്ലിമെൻറ്റേഷൻ, കാരണം നമുക്കിപ്പോൾ ആവശ്യത്തിനുണ്ട്, പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്താൽ മതിയെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഫുഡിലൂടെയും മറ്റു കാര്യത്തിലൂടെയൊക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. അപ്പോൾ ന്യൂട്രിയൻ ഡെഫിഷ്യൻസി ആണോ നമ്മൾ ആദ്യം അസസ് ചെയ്യണം. അപ്പം ന്യൂട്രിയൻസ് ഏതൊക്കെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അയേൺ, സെലീനിയം, അല്ലേ, സിങ്ക്, അങ്ങനത്തെ എല്ലാം നമ്മൾ സപ്ലൈ ചെയ്യണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞൊരു ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ അല്ലേ, തൈറോയിഡൈറ്റിസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ തൈറോയിഡൈറ്റിസിന് നമ്മൾ മെയിനായിട്ടും നമ്മുടെ ബോഡിയിൽ എവിടെയോ ഒരു ഇൻഫ്ലമേഷൻ ഉണ്ട്, ഈ കോൾഡ് വാർ എവിടെയോ നടക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ വാറിനെ നമ്മൾ മാറ്റണം. അപ്പോൾ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനാണ് നമ്മളതിൽ ടാർഗറ്റ് ചെയ്യുന്നത്. കാരണം ഇമ്മ്യൂൺ സിസ്റ്റമാണ് തെറ്റായിട്ട് അറ്റാക്ക് ചെയ്യുന്നത്. മനസ്സിലായി? അപ്പോൾ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ എന്താണ് ട്രിഗർ ചെയ്യുന്നത്? പലപ്പോഴും നമ്മൾ കണ്ടുവരുന്നത് നമ്മുടെ ഗട്ട് ഡിസ്ബയോസിസ് ആണ്. അതായത് നമ്മുടെ സ്വാഭാവികമായിട്ടും നമുക്ക് ഏറ്റവും കൂടുതൽ മൈക്രോ ഓർഗാനിസംസ് നമ്മുടെ ശരീരത്തിൽ കയറുന്നത് ഭക്ഷണത്തിൽ അല്ലേ, ശ്വസിക്കുന്ന വായുന്നും ഭക്ഷണത്തിൽ നിന്ന്. അപ്പോൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് അതിലുള്ള ബാക്ടീരിയ അല്ലെങ്കിൽ അൺഹെൽതി ഫംഗസോ അല്ലെങ്കിൽ വൈറസോ ഒക്കെ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ആക്ടിവേറ്റ് ചെയ്യും. അപ്പം മേക്ക് ഷുവർ ചെയ്യേണ്ട പ്രിവെൻഷൻ എന്താണ്, നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഫുഡ്, ക്ലീൻ ആയിട്ടുള്ളത്, പ്രിപ്പറേഷനും അതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ അത് കൂടാണ്ട് നമുക്ക് നമ്മുടെ ആന്തരികമായിട്ട് എന്ത് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗട്ട് ഹെൽത്തിനെ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ ഗട്ട് ഹെൽത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പ്രോബയോട്ടിക്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ എടുത്ത് പറയേണ്ട ഒരു കാര്യം വെച്ചാൽ നമ്മുടെ പണ്ടത്തെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു അല്ലെ, പഴങ്കഞ്ഞി, തൈരൊഴിച്ച് അല്ലേ. പക്ഷെ അതിപ്പോൾ നമ്മുടെ അതിന് വിട്ടുപോയി, നമ്മളിപ്പോൾ ആരും ചെയ്യുന്നില്ല അല്ലേ. പക്ഷെ അതൊക്കെയാണ് ശരിക്കും പ്രോബയോട്ടിക് റിച്ച് ഫുഡാണത്. അപ്പം എല്ലാ ദിവസവും നമ്മൾ കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ ബാക്ടീരിയൽ ഡൈവേഴ്സിറ്റി, ബാക്ടീരിയ മാത്രമല്ല ചില ഈസ്റ്റും നമുക്ക് ഹെൽത്തിയാണ്. അപ്പോൾ അതിൻ്റെ ഡൈവേഴ്സിറ്റി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് എന്താ ബയോഡൈവേഴ്സിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് തന്നെ കുറേക്ക് ഈ വേണ്ടാത്ത ആൾക്കാരെ കയറ്റില്ല. ഇപ്പം ഈ സ്ട്രേ ഡോഗ്സിനെ കണ്ടിട്ടുണ്ട്, അവരുടെ ടെറിട്ടറിയിൽ മറ്റവരെ കയറ്റൂല അല്ലേ. അതുപോലെ ഈ ബാക്ടീരിയ, ഹെൽത്തി ബാക്ടീരിയ അൺഹെൽത്തി ബാക്ടീരിയനെ കോളനൈസ് ചെയ്യാനായിട്ട് സമ്മതിക്കത്തില്ല. അപ്പം അത് അവിടെ നശിച്ചു പോകും. അപ്പോൾ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഹെൽപ്പ് ചെയ്യും അത്. കാരണം ഇമ്മ്യൂൺ സിസ്റ്റത്തിന് അത്രയും കുറച്ച് ജോലി ചെയ്താൽ മതി. അപ്പോൾ പ്രോബയോട്ടിക്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി പാത്വേ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ കഴിക്കുന്ന ഫുഡിലൊക്കെ മിക്കവാറും അനീഷ വീട്ടിൽ എന്ത് കുക്കിംഗ് ഓയിൽ എന്താ യൂസ് ചെയ്യുന്നത്? കോക്കനട്ട് ഓയിൽ. കാരണം കോക്കനട്ട് ഓയിൽ നമുക്കറിയാം ഭയങ്കര ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്, നമുക്കതിൽ ഒത്തിരി ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു ഒരു കാലത്ത്, സൺഫ്ലവർ ഓയിൽ അല്ലേ. അപ്പം നമ്മൾ റെസ്റ്റോറൻറ്റ്സിലൊക്കെ വെച്ചിട്ടുണ്ട് പ്യുവർ സൺഫ്ലവർ ഓയിൽ വെച്ച് കുക്ക് ചെയ്യുന്നത് അല്ലേ. പക്ഷെ ഈ സൺഫ്ലവർ ഓയിലിൻ്റെ ഒക്കെ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ അത് നമ്മുടെ ശരീരത്തിൽ omega-6 ആണ് കൂട്ടുന്നത്. omega-3 ആണ് നമുക്ക് വേണ്ടത്. രണ്ടും വേണം, രണ്ടിൻ്റെ ഒരു ബാലൻസ് ആണ്. പക്ഷെ നമുക്ക് പലപ്പോഴും ഫുഡിൽ നിന്ന് കിട്ടുന്നത് omega-6 ആണ്, 3 കുറവാണ്. അപ്പം ഇത്
ഈ ഇംബാലൻസ് കുറെ കൂടെ കൂടും. അപ്പോൾ നമ്മൾ ഇതിന് ബാലൻസ് ചെയ്യണമെങ്കിൽ പലപ്പോഴും നമുക്ക് omega-3 ആണ് കൂടുതലായിട്ട് കൊടുക്കേണ്ടത്. അപ്പം omega-3 റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കണം. അതിന് നല്ലൊരു ഉദാഹരണം നമ്മുടെ ഈ അയില, മത്തി അങ്ങനത്തെ ഫിഷൊക്കെയാണ്. ഇനി ഫിഷ് കഴിക്കാത്ത വെജിറ്റേറിയൻസ് ആണെങ്കിൽ ഫ്ലാക്സ് സീഡ്സ്, വാൾനട്ട് അതൊക്കെ നമ്മുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പം നമുക്ക് നാച്ചുറൽ ആയിട്ട് തന്നെ കുറേ omega-3 നമുക്ക് ശരീരത്തിൽ കിട്ടും. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഈ പ്രഗ്നൻസി ഉണ്ട്, മെനോപോസ് ഉണ്ട്. അപ്പോൾ ആ സമയത്ത് ഡിമാൻഡൊക്കെ കുറേ കൂടുതലാണ്. അപ്പം നമ്മൾ കുറച്ചുകൂടെ ഇത് ശ്രദ്ധിക്കണം. അപ്പൊ അങ്ങനെ ആവുമ്പോൾ ഈ ഒരു തൈറോയിഡിന്റെ പ്രോബ്ലംസ് പരിധി വരെയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. കാരണം ഇൻഫ്ലമേഷൻ ഉണ്ടെങ്കിൽ ഇൻഫ്ലമേഷൻ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് ഈ തൈറോയിഡ് പ്രോബ്ലം പൊതുവെ ഇപ്പൊ ഹൈപ്പോതൈറോയിഡിസം ഉള്ള ഒരു വുമൺ ആണ് പ്രഗ്നൻസിയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അവർ ഇതൊക്കെ ശ്രദ്ധിക്കണം. അഗെയിൻ ആ ഒരു ടൈമിലും നമ്മൾ നോക്കണം വെച്ചാൽ എത്രത്തോളമാണ് അവരുടെ തൈറോയിഡിനെ ബാധിച്ചിരിക്കുന്നത് നമ്മൾ നോക്കണം. നമുക്ക് സബ് ക്ലിനിക്കൽ ഹൈപ്പോതൈറോയിഡിസം ഉണ്ട്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ബ്ലഡ് ടെസ്റ്റ് എല്ലാം നോർമൽ ആയിരിക്കും, പക്ഷെ നമുക്ക് സിംറ്റംസ് കാണിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് പലപ്പോഴും ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൊണ്ട് നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റും. കാരണം അവരുടെ ഗ്രന്ഥിയിലെ സ്ട്രക്ചറൽ മാറ്റം വന്നിട്ടില്ല, നോഡ്യൂൾസും ബാക്കി കാര്യങ്ങളും വന്നിട്ടില്ല. പക്ഷെ ഇത് കാലാകാലങ്ങളായിട്ട് ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് പലപ്പോൾ സ്ട്രക്ചറൽ ചേഞ്ചസ് വരുത്തും. അന്നേരം ചിലപ്പോൾ നമുക്ക് ലൈഫ് സ്റ്റൈൽ മാത്രം പോരാ, ലൈഫ് സ്റ്റൈൽ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ ഡിസീസ് പ്രോഗ്രഷൻ ലൈഫ് സ്റ്റൈൽ കൊണ്ട് ഉണ്ടാവുന്നത്, മനസ്സിലായി, വേഴ്സ് ആവുന്നത് ലൈഫ് സ്റ്റൈൽ കൊണ്ടാണ്. അന്നേരം നമ്മൾ ലൈഫ് സ്റ്റൈൽ നോക്കണം. ചിലപ്പോൾ മെഡിസിൻ്റെയും ഒരു ഹെൽപ്പ് വേണ്ടി വരും. അപ്പോൾ അതെപ്പോഴും നമ്മളൊരു അസസ്മെന്റ് ബേസ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. കണ്ണടച്ച് നമ്മൾ ഒരു കാര്യം ചെയ്തിട്ട് കാര്യമില്ല. അപ്പൊ ഇതിൽ നിന്നാണ് നമുക്ക് ഇനി ഹൈപ്പർ തൈറോയിഡിസത്തിലേക്ക് പോവേണ്ടത്. അപ്പൊ അതൊരു നെക്സ്റ്റ് ഒരു എപ്പിസോഡിലേക്ക് നമുക്ക് കൺക്ലൂഡ് ചെയ്ത് തീർച്ചയായിട്ടും അത് തന്നെ വലിയൊരു ടോപ്പിക്കായി പറയാനുണ്ട്. ഡോക്ടർ, അപ്പം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഈ ഹൈപ്പോ തൈറോയിഡിസം ഉള്ള ആളുകൾക്കാണോ ഈ ഒരു തൈറോയിഡ് ഗ്ലാൻഡ് റിമൂവ് ചെയ്ത്, അതായത് സർജറിയിലേക്ക് പോകുന്നത് ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണോ, എങ്ങനെയാണത്? സാധാരണ തൈറോയിഡ് ഗ്ലാൻഡ് റിമൂവ് ചെയ്യേണ്ട കണ്ടീഷൻ ഹൈപ്പർ തൈറോയിഡിസത്തിൽ, കാരണം ഓവറായിട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ്. പക്ഷേ ഹൈപ്പോ തൈറോയിഡിസത്തിൽ നോഡ്യൂൾസ് ഉണ്ടെങ്കിൽ ആ സ്ട്രക്ചറൽ ചേഞ്ച് ഉണ്ട്, അത് ചിലപ്പോൾ നമുക്ക് തൊണ്ടയിൽ ഒരു പ്രഷർ ഇടുന്നുണ്ട്, അങ്ങനത്തെ കണ്ടീഷനൊക്കെ ഉണ്ടെങ്കിൽ പലപ്പോഴും സർജറി ചെയ്ത് റിമൂവ് ചെയ്യാറുണ്ട്. നോഡ്യൂൾസ് ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് ഈ നോഡ്യൂൾസ് ഒത്തിരി വലുതായി കഴിയുമ്പോഴാണ് നമുക്ക്? അതെ, പലപ്പോഴും. കാരണം നമ്മൾ ഇനീഷ്യൽ സ്റ്റേജിലൊക്കെ നോഡ്യൂൾസ് നമ്മൾ ഒന്ന് ഒബ്സർവ് ചെയ്യും, ഇത് വലുതാവുന്നുണ്ടോ, അത് അങ്ങനെ വലിയ പ്രശ്നക്കാരനൊന്നും ഇല്ലെങ്കിൽ ചിലപ്പോൾ കുഴപ്പമുണ്ടാവില്ല. പക്ഷേ ഇത് വലുതാവുകയാണെങ്കിൽ ദെൻ യു ഹാവ് ടു ഡു സംതിങ് അബൌട്ട് ഇറ്റ്. കാരണം അത് സറൗണ്ടിങ് ഏരിയാസിലെ സ്ട്രക്ചറിനെ എല്ലാം ബ്ലോക്ക് ചെയ്യുകയോ അങ്ങനത്തെയൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ട് വരും. അപ്പം അതെപ്പോഴും നമ്മളൊരു ക്ലിനിക്കൽ ഇവാലുവേഷൻ കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് ചെയ്യാൻ പറ്റുക. പക്ഷെ ആ റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെ സർവൈവ് ചെയ്യുമെന്നാണ് പേഷ്യന്റ്. കാരണം ഇപ്പൊ ഈ ഒരു TSH-ഉം T3-യും T4-ഉം ഒന്നും ഇല്ലാതെ എങ്ങനെ പിന്നീട് സർവൈവ് ചെയ്യണമല്ലോ, അതെങ്ങനെയാണ്? അതെ, ഈ ഗ്രന്ഥി റിമൂവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കുള്ള ഒരു പ്രശ്നം വരുന്നത് സ്വാഭാവികമായിട്ടും ഡെഫിഷ്യൻസി വരും, അല്ലെ, കുറഞ്ഞു പോകും, നമുക്ക് ഗ്രന്ഥി ഇല്ലല്ലോ. അപ്പൊ അവിടെ എന്തായാലും നമുക്ക് ഹോർമോൺസ് ജീവിതകാലം മുഴുവൻ എടുക്കേണ്ടി വരും, വേറെ ഓപ്ഷൻ ഇല്ല. അപ്പൊ ഈ പലപ്പോഴും പറയുന്ന കേട്ടിട്ടുണ്ട്, എനിക്ക് തൈറോയിഡ് പ്രോബ്ലം ഉണ്ട്, ഞാൻ മെഡിസിൻ എടുക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വണ്ണം വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ അതുകൊണ്ടാണ് എനിക്കിങ്ങനെ മുടി ഒഴിയുന്നത്, എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറയുന്നത്. ഇത് ശരിയാണോ? ഈ ഒരു തൈറോയിഡ് അത് ശരിക്കും പറഞ്ഞാൽ ഇത്തിരി ഒരു കോൺട്രവേഴ്ഷ്യൽ സബ്ജക്ട്. എന്താ പറയട്ടെ, ഈ തൈറോയിഡിന്റെ എത്ര ഹോർമോൺ വേണം എന്നുള്ളത് നമ്മുടെ ബോഡിക്ക് മാത്രമേ കാലിബ്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ ഒരു മെഡിക്കൽ ഡോസ് പറഞ്ഞാൽ 25 mcg അല്ലെങ്കിൽ 50 mcg എന്നൊക്കെ പറഞ്ഞാൽ എടുക്കും. പക്ഷേ എത്ര ബോഡിക്ക് വേണം എന്നുള്ള എക്സാക്റ്റ് ആയിട്ട് ബോഡിക്ക് മാത്രമേ മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നമ്മുടെ മെഡിക്കേറ്റ് ചെയ്യുന്ന സമയത്തും ചിലപ്പോൾ ഇതിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഫ്ലക്ച്വേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്, മനസ്സിലായി. അപ്പം ചില സമയത്ത് നമ്മൾ മെഡിസിൻ എടുത്താലും ഇത് ഹൈപ്പോതൈറോയിഡ് കൂടാനും ചാൻസ് ഉണ്ട്. ഒത്തിരി പേർക്ക് അങ്ങനെ വരാറുണ്ട്, അല്ലേ, ഡോസ് കൂട്ടി വരാറില്ല. അപ്പം നമ്മുടെ ഒരു പ്രിൻസിപ്പിൾ എന്താ പറയുന്നത് വെച്ചാൽ, നമ്മൾ മെഡിസിൻ എടുക്കേണ്ട കണ്ടീഷൻ ദാറ്റ് ഇസ് ടോട്ടലി ഡിഫറെൻറ്റ്. പക്ഷേ ലൈഫ് സ്റ്റൈൽ നിങ്ങൾ നോക്കാറുണ്ട്, മോശമാവുന്ന ലൈഫ് സ്റ്റൈൽ കൊണ്ടാണ്. അപ്പം ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യും. അപ്പം ഇത് എവിടെ നിൽക്കുന്നോ നമുക്ക് ഇതിനെ റിവേഴ്സ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. നമുക്ക് ഒരുപാട് കേസസ് റിവേഴ്സ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ റിവേഴ്സ് ചെയ്യാൻ പറ്റാത്ത കേസാണെങ്കിൽ അവിടെ അത് അറസ്റ്റഡ് ആവും, പിന്നെ റിവേഴ്സ് ആവത്തില്ല, മനസ്സിലായി. അപ്പോൾ ഒരു നേരത്തെ അനിഷ പറഞ്ഞ പോലെ നമുക്കത് റിമൂവ് ചെയ്യേണ്ട ഒരു ബുദ്ധിമുട്ടോ അങ്ങനത്തെ നോഡ്യൂൾസോ അങ്ങനത്തെ പ്രശ്നങ്ങൾ വരാതിരിക്കാം. അത് നമുക്ക് പ്രിവെന്റ് ചെയ്യാം. ആദ്യമേ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ. അതെ. അപ്പം നമ്മൾ ഈ ലൈഫ് സ്റ്റൈൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടില്ല. കാരണം നമ്മൾ നേരത്തെ ഒരു എന്താ പറയുന്നത്, ഞാൻ ജസ്റ്റ് ഇത്തിരി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് വെച്ചാൽ ആൾക്കാർ അറിയാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇപ്പോൾ എപ്പിജെനറ്റിക്സ് എന്ന് പറഞ്ഞിട്ടൊരു ഫീൽഡുണ്ട്. അതായത് നേരത്തെ നമ്മൾ വിചാരിച്ചത് നമുക്ക് ജനറ്റിക് ടെൻഡൻസി ഉണ്ടെങ്കിൽ, ജനിതകമായിട്ടൊരു ഇതുണ്ടെങ്കിൽ നമുക്കും വരുന്ന. പക്ഷേ ഇന്ന് റിസർച്ച് അങ്ങനെയല്ല പറയുന്നത്. ജനിതമായിട്ടുണ്ടായാലും നമ്മുടെ ലൈഫ് സ്റ്റൈലും കൂടെ അതിന് കോൺട്രിബ്യൂട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് അസുഖം വരുള്ളൂ. അപ്പം ലൈഫ് സ്റ്റൈൽ നമ്മൾ കൺട്രോൾ ചെയ്താൽ എത്ര ജനറ്റിക് ഉണ്ടെങ്കിലും നമുക്ക് അസുഖം വരത്തില്ല, മനസ്സിലായി. അപ്പൊ ലൈഫ് സ്റ്റൈൽ നോക്കിയാൽ മതി, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. മെഡിസിൻ എടുക്കുന്നതിന്റെ കൂടെ തന്നെ നമ്മളെ ലൈഫ് സ്റ്റൈലും കറക്റ്റ്
കറക്റ്റ് ചെയ്യണം അതെ. അല്ലേ? അപ്പം നമുക്കിതിനെ 3 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യാം. മെഡിസിൻ എടുക്കേണ്ടാത്ത കാറ്റഗറി, ഞാൻ പറഞ്ഞ നേരത്തെ സിംറ്റംസ് മാത്രമേ ഉള്ളൂ, ബ്ലഡ് ചേഞ്ചസ് വന്നിട്ടില്ല, അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ ലൈഫ് സ്റ്റൈൽ മാത്രം മതിയാകും. ഇനി നമുക്ക് കുറച്ച് നോഡ്യൂൾസും കാര്യങ്ങളൊക്കെ വന്ന കേസുകളാണ്, ചിലപ്പോൾ മെഡിസിൻ എടുക്കേണ്ടി വരും, ലോ ഡോസ് പ്ലസ് നമ്മൾ ലൈഫ് സ്റ്റൈൽ നോക്കണം. ഇനി സിവിയർ കേസസ് ആണെങ്കിൽ, സർജിക്കൽ കേസസ് ആണെങ്കിൽ ചിലപ്പോൾ സർജറിക്ക് പോകേണ്ടി വരും. അന്നും നമുക്ക് ലൈഫ് സ്റ്റൈൽ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ എക്സ്റ്റേണൽ എക്സോജീനസ് ഹോർമോൺസ് എടുത്താലും ലൈഫ് സ്റ്റൈൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ കാര്യമില്ല. കാരണം എഗെയിൻ ദ സിംറ്റംസ് ക്യാൻ ഗെറ്റ് വേഴ്സ്. മനസ്സിലായി? അപ്പോൾ ഇങ്ങനെ വേണം നമ്മൾ ഇതിനെ ഒന്ന് മനസ്സിലാക്കാനായിട്ട്. അതെ. അപ്പോൾ ഹൈപ്പോ തൈറോയിഡിസം എന്നതിനെ കുറിച്ചായിരുന്നു നമ്മൾ പറഞ്ഞത്. ഇനി നമുക്കുണ്ട് ഹൈപ്പർ തൈറോയിഡിസം, അല്ലേ ഡോക്ടർ? അതെ. അപ്പൊ അതിനും ആധികാരികമായി സംസാരിക്കാനുണ്ടെന്ന് തന്നെ പറയാം. അതെ. അതെ. അപ്പൊ അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഹൈപ്പർ തൈറോയിഡിസത്തിനെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ സംസാരിക്കാം. ഓക്കെ, താങ്ക് യു ഡോക്ടർ. താങ്ക് യു.